രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുകളാണ് കാബോ വെർഡെ, കുറക്കാവോ. ലോകകപ്പിൽ ലോക ചാമ്പ്യന്മാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണിത്. ഈ ഫോട്ടോയിൽ കാണുന്ന 2 ഡോട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ ഇത്രയാണ്. ഇവരുടെ റാങ്കിങ് എന്ന് പറയുമ്പോൾ കാബോ വെർഡെ 67, കുറക്കാവോ 83. ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് അറിയോ? 138. ഇന്ത്യയിൽ വസിക്കുന്ന ജനങ്ങൾ 147 കോടി ജനങ്ങളുള്ള നാട്ടിന്റെ റാങ്ക് 138. നമ്മളിപ്പോ വേൾഡ് കപ്പ് കളിക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് കളിക്കാത്തത്? കൊല്ലം കടവൂരിൽ ബ്രസീൽ പതാകകൾക്ക് RSS വിലക്ക്. പതാക കെട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും ബ്രസീൽ പതാക അഴിപ്പിച്ചു. പതാകയ്ക്ക് പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് നീക്കം. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, ഇതൊക്കെ ഒരു കാരണമാണ്. ബ്രസീലിന്റെ കൊടിയിൽ പച്ച നിറമുള്ളത് കൊണ്ട് കൊടി പറിച്ച് കയറാൻ കുറച്ച് RSS ആറ്, ചാണകത്തുനിന്ന് പ്ലൂട്ടോണിയം കണ്ടെത്താൻ വേറൊരാളുകൾ, മതത്തിന്റെ പേരിലും ജാതിയും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ രാഷ്ട്രീയക്കാരുകൾ, പള്ളി പൊളിച്ച് അമ്പലം പണിയാൻ കുറച്ചാളുകൾ, അമ്പലം പൊളിച്ച് പള്ളി പണിയാൻ കുറച്ചാളുകൾ. ഈ അടിപിടി നടന്നിട്ട് സമയം വേണ്ടേ ഈ ഫുട്ബോൾ പോലുള്ള ഗെയിമുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാവരും ക്രിക്കറ്റിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യം കണ്ടുപഠിക്കണം. ഈ കുറുക്കാവി ആയിക്കോട്ടെ, കാബോ വെർഡെ എന്നുള്ള അവരുടെ ആ നിശ്ചയദാർഢ്യവും അവരുടെ ആ പൊരുതാനുള്ള ഒരു ആവേശവും ഇന്ത്യ രാജ്യം കണ്ടുപഠിക്കണം.